ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗണിതം മധുരം ചാനൽ. ഇന്ന് ഡിസംബർ 3, ലോക ഭിന്നശേഷി ദിനം അല്ലേ? ശരീരം തളരാത്ത മനസ്സുമായി ജീവിക്കുന്നവരെ ഓർക്കാൻ ഒരു ദിനം. ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും കോമഡി ഉത്സവത്തിലെത്തിയ കോമഡി ഫെയിം ഷിഫാനയുടെ കഥയാണ് ഇന്ന് ഗണിതം മധുരം ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എളുപ്പമാണ്. എളുപ്പമൊന്നല്ല കേട്ടോ, ഭയങ്കര വിഷമമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വീൽ ചെയറുകളിൽ വരുന്നവരെ കൊണ്ടിരുത്താനും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനും തിരിച്ച് വീടുകളിൽ എത്തിക്കാനും എല്ലാം ആകെ വല്ലാത്ത പ്രയാസമാണ് ഈ ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മ നടത്തുന്നത്. അത് പറയുമ്പോൾ ചില വ്യക്തിത്വങ്ങളെ എനിക്ക് പരിചയപ്പെടുത്താതിരിക്കാൻ വയ്യ. എന്നോടൊപ്പം എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന എൻ്റെ ജീവിത പങ്കാളി തങ്കച്ചമാഷ്, അതേപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ഡോക്ടർ ഷിംന അസീസ്, പറയാതിരിക്കാൻ വയ്യ. ഏറെ തിരക്കുകളുള്ള വ്യക്തിയാണെങ്കിൽ പോലും അതെല്ലാം മാറ്റിവെച്ച് ഈ ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മയിൽ പങ്കെടുത്ത് അവരുടെയൊക്കെ ആശങ്കകൾക്ക്, പ്രയാസങ്ങൾക്ക്, സംശയങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തു. ഒരു കൂട്ടുകാരിയെ പോലെ അവരെ അടുത്തു പോയി നിന്ന് സംസാരിച്ചു. സത്യത്തിൽ ആ പങ്കെടുത്ത എല്ലാവർക്കും ഒരു ഉൾക്കരുത്ത് ലഭിച്ചു. ഡോക്ടറിൻ്റെ കരുതൽ അത്രയുമായിരുന്നു. ഏത് തിരക്കുകളാണെങ്കിലും വിളിച്ചാൽ ഡോക്ടർ പറയും, ടീച്ചർ ഞാൻ വരാമെന്ന്. ശരിക്ക് എന്തോ ഒരു സന്തോഷമാണ്. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുപോയി. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ PTA പ്രസിഡന്റ് നൗഷാദ് BK, നൗഷാദ് പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ് കേട്ടോ. നൗഷാദ് എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. അതേപോലെ നല്ലപാടം ക്ലബ്ബ് പ്രവർത്തകർ, പിന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രമോദ് കൊട്ടാരത്തിൽ. ഞാനിങ്ങനെ ഒരു സൗഹൃദ കൂട്ടായ്മ നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പ്രമോദ് എന്നോട് പറഞ്ഞു, ടീച്ചറെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു തരാം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു, കുറേ പേര് വീൽ ചെയറിലൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് കയറ്റിയിരുത്താൻ, അവർക്കൊന്ന് ഹെൽപ്പ് ആവാൻ ഒരാൾ കൂടെ വരിക എന്ന് പറഞ്ഞാൽ ടീച്ചറെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ. പ്രമോദും കൂട്ടുകാരും ഒരുമിച്ച് ഇങ്ങോട്ട് വന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും സന്നദ്ധരായിട്ട് അവർക്ക് വേണ്ട സ്നാക്സും വെള്ളവും ഒക്കെ കൊടുത്തു. പിന്നെ അവരോടൊപ്പം നിന്ന് അവസാനം അവരെ വീടുകളിൽ എത്തിക്കുന്നത് വരെയുള്ള ചുമതലകൾ അവർ ഏറ്റെടുത്തു. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ മനസ്സിൽ എന്തുമാത്രം സന്തോഷം തോന്നുന്നറിയാവോ, പഠിപ്പിച്ചു വിട്ട മക്കൾ കൂടെ നിൽക്കുമ്പോൾ. പിന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ ഓട്ടോ ഡ്രൈവർ മജീദ്, സത്യം പറഞ്ഞാൽ മജീദിനെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവരെയൊക്കെ വീട്ടിൽ പോയി കൊണ്ടുവരാനും തിരിച്ച് വീട്ടിലെത്തിക്കാനും ഒക്കെ എൻ്റെ കൂടെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തനായ മജീദ് സാർ, പിന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രകാശനും സതീഷും, ആ കുട്ടികൾ ഇവിടുന്ന് പോയി. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ കൂട്ടായ്മ നടത്തുമ്പോൾ അവർ ഓടി വരും ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ മുനീർ, നിങ്ങൾക്കറിയാം, മുനീറാണ് ഷിഫാനയെ കോമഡി ഉത്സവത്തിൽ എത്തിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. മുനീർ എപ്പോഴും വിളിച്ച് ചോദിക്കും, ടീച്ചർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഏത് കാര്യത്തിനും ഞാൻ കൂടെയുണ്ട് എന്ന്. ഇതുപോലെ ധാരാളം വ്യക്തിത്വങ്ങൾ എൻ്റെ കൂടെ എന്നോടൊപ്പം നിൽക്കാറുണ്ട്. എല്ലാവർക്കും ഗിഫ്റ്റുകൾ കൊടുക്കൂ കേട്ടോ. അപ്പം അവരുടെ മനസ്സിൽ വിരിയുന്ന ഒരു സന്തോഷം, അവരുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവരെ കൂട്ടിയിട്ടൊന്നും മാതാപിതാക്കൾക്ക് പുറത്തു പോകാനൊന്നും സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടായ്മ നടത്തുമ്പോൾ അവരെല്ലാവരും വരും. അവരെല്ലാവരും നിന്ന് ഇവരുടെ കൊച്ചു കൊച്ചു കലാപരിപാടികൾ, പാട്ടുകൾ, എന്ത് രസമാണെന്നറിയാമോ ആ ഒരു ദിനം. അതിൻ്റെ പുറകിൽ വളരെയേറെ അധ്വാനം ഉണ്ടെങ്കിൽ പോലും ഇത് കഴിയുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരി, അവരുടെ ഉള്ളിൽ നിറയുന്ന ഒരു സന്തോഷം കാണുമ്പോൾ നമ്മളുടെ എല്ലാ അധ്വാനത്തിനും അതൊരു പ്രയാസമേ അല്ലാതായിട്ട് മാറുകയാണ്. ഈ വീഡിയോ കാണുന്നവരോട് എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ മനസ്സിൽ നന്മ പറ്റാത്ത മനസ്സുകളായിട്ട് മാറണം. മറ്റുള്ളവരൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇതേപോലെ ഒരു കൂട്ടായ്മകൾ നടത്താൻ നിങ്ങളും മുന്നിട്ട് വരണം. എനിക്കറിയാം നിങ്ങളൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമകളാണ്, നന്മ പറ്റാത്ത ഹൃദയമുള്ളവരാണ്. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വൈകല്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ കൂടെ നിന്ന്, അവരുടെ വൈകല്യങ്ങളെ നമ്മൾ കൂടെ നിന്ന് അത് ആ വൈകല്യങ്ങളെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നമുക്കറിയാം ഇവർക്കൊക്കെ നല്ല നല്ല കഴിവുകളാണുള്ളത്. ഇനി നമുക്ക് ഷിഫാനയെ പരിചയപ്പെടാം, ഷിഫാനയുടെ വീട്ടുകാരെ പരിചയപ്പെടാം, ഷിഫാന അവതരിപ്പിക്കുന്ന ഡാൻസ് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുകയല്ലേ. വൈകല്യത്തിന് മുൻപിൽ ഒട്ടും പതരാതെ ധീരമായി നേരിട്ട് ഉന്നത വിജയത്തിലെത്തിയ കോമഡി ഫെയിം ഷിഫാനയാണ് ലോക ഭിന്നശേഷി ദിനത്തിൽ നിങ്ങളുടെ മുമ്പിൽ ടീച്ചർ പരിചയപ്പെടുത്തുന്നത്. കാരക്കുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിനിയാണ്.
ഹസ്കറിൻ്റെയും സംസാറിൻ്റെയും ഓമനപുത്രിയാണ് ഷിഫാന. ജന്മന ഇരു കൈപ്പത്തികളും കാൽപാദങ്ങളും ഇല്ലാത്ത ഈ കുട്ടി ആത്മവിശ്വാസത്തോടെ പഠനത്തോടൊപ്പം തൻ്റെ കലാപരമായ കഴിവുകളെയും വളർത്തുന്നു. നല്ലപാടം ക്ലബിൻ്റെ കീഴിൽ തൃക്കലങ്ങോട് മാനവേദൻ UP സ്കൂളിൽ വെച്ച് നടത്തിയ ഭിന്നശേഷി കൂട്ടായ്മയിലാണ് ഷിഫാനയെ ടീച്ചർ പരിചയപ്പെടുന്നത്. അന്ന് ഷിഫാന എന്ത് ചെയ്തെന്നറിയാവോ? നല്ല അടിപൊളി ഡാൻസ് കളിച്ചു. ഈ ഡാൻസ് കളിച്ചപ്പോൾ ടീച്ചർ ചോദിച്ചു, ആരാണ് പഠിപ്പിച്ചത്? ഷിഫാന പറഞ്ഞു, ഞാൻ തന്നെയാണ് ടീച്ചറെ എന്ന് പറഞ്ഞു. ആ ഡാൻസ് കണ്ടപ്പം വളരെയേറെ സന്തോഷം തോന്നി. കാൽപാദങ്ങളും കൈപ്പത്തിയും ഇല്ലാത്ത ഷിഫാനയാണ് ആ അടിപൊളി ഡാൻസ് കളിച്ചത്. അപ്പോൾ ഷിഫാനയുടെ ഈ ഡാൻസ് കണ്ടപ്പം ടീച്ചർക്ക് വല്ലാത്തൊരാഗ്രഹം, ഷിഫാനേനെ എങ്ങനെയെങ്കിലും കോമഡി ഉത്സവത്തിൽ എത്തിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? എൻ്റെ ഈ ആഗ്രഹം എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ മുനീർ കല്ലിങ്ങലിനോട് പറഞ്ഞു. അപ്പം മുനീർ പറഞ്ഞു, അതിനെന്താ ടീച്ചറെ, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നുകൂടെ സന്തോഷമായിട്ടോ. അപ്പോൾ മുനീർ അന്ന് കോമഡി ഉത്സവം ഫാൻസ് ഗ്രൂപ്പിൽ അംഗമാണ്. അതൊന്നും അറിയാതെയായിരുന്നു ഞാൻ മുനീറിനോട് ഈ വിവരങ്ങൾ പറഞ്ഞത്. ഞാൻ പഠിപ്പിക്കുന്ന മക്കളോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളാണ് എൻ്റെ നിധി എന്ന്. സത്യത്തിൽ അത് അന്വർത്ഥമായ നിമിഷങ്ങളിലൊന്നായിരുന്നു ഷിഫാനയെ കോമഡി ഉത്സവത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കൂട്ടുകാരുടെ ഒക്കെ മനസ്സിൽ തോന്നുന്നുണ്ടാവും, അയ്യോ ഷിഫാന കളിച്ച ഡാൻസ് ഒന്ന് കാണണമെന്നല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടൻ തന്നെ ഷിഫാനയുടെ ഡാൻസ് കാണാം. പിന്നെ ഷിഫാന കോമഡി ഉത്സവത്തിൽ കളിച്ചില്ലേ, ആ കളിച്ചതിൻ്റെ ലിങ്ക് ടീച്ചർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കോമഡി ഉത്സവം പേജിൽ പോയിട്ട് കാണാനും കഴിയും. ഇനി നിങ്ങളെല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന ഷിഫാനയുടെ ഡാൻസ് കാണാം.
ഷിഫാനയും കൂട്ടുകാരും. ഷിഫാനയുടെ കൂട്ടുകാരി നാഫിയ കെ ആണ് എനിക്ക് ഷിഫാനയെ പരിചയപ്പെടുത്തി തന്നത്. കൂട്ടുകാരെ, ഷിഫാനയുടെ ഡാൻസ് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഇതുപോലെ ധാരാളം പേരുണ്ട് കേട്ടോ. ഞാനിന്ന് ഷിഫാനയെ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഷിഫാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഷിഫാനയ്ക്ക് വേണ്ടി മാത്രമല്ല, ഷിഫാനയെ പോലെ അനേകം പേരുണ്ട്. എല്ലാ ഭിന്നശേഷിക്കാരെയും ഓർക്കുന്നു ഈ ദിനത്തിൽ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദിനത്തിൽ. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു. നമ്മുടെ ഇല്ലായ്മകളെ ഓർത്ത് പരിതപിക്കാതെ നമുക്കുള്ള കഴിവുകളെ ഉണർത്തിയെടുക്കാൻ സാധിക്കണം. നമുക്കറിയാം, ഇവരിലുള്ള കൊച്ചു കൊച്ചു കഴിവുകളെ നമ്മൾ കണ്ടെത്തുകയും അത് വളർത്തിയെടുക്കാൻ നമ്മളാലാവുന്നത് ചെയ്യുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ ഓർക്കുന്ന ഈ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രതിജ്ഞ എടുക്കാം. നമ്മളാലാവുന്നത് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുക. നന്മ പറ്റാത്ത മനസ്സുകളായിട്ട് മാറുക. മറ്റുള്ളവർക്ക് തണലേകാൻ നമ്മളാകുന്ന പടുവൃക്ഷത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. ഇതുപോലെ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.